എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉദയഭാനു ആകപ്പാടെ അസ്വസ്ഥനായിട്ട് മുറി കൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീദേവി വരുന്നത്. അച്ഛനെ ഗുളിക കഴിക്കാൻ പറയണം, അതവിടെ വെച്ചേക്കും മോളെന്ന് പറയണം. വെച്ചേക്കാൻ പറയും. എന്നിട്ടോ അച്ഛൻ അത് കഴിക്കത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകല പറഞ്ഞു, നിന്റെ അച്ഛന്റെ സ്വഭാവം എന്താണെന്നറിയാവോ? ഗുളിക അവിടെ എടുത്തു വെക്കും, എന്നിട്ട് അത് കഴിക്കത്തില്ല. പിന്നെ അത് വല്ല ഈച്ചയോ പാറ്റയോ എന്തേലൊക്കെ കഴിക്കും. അവരുടെ പ്രമേഹോ ഷുഗറോ ഒക്കെ പോകും. പക്ഷെ എങ്കിൽ നിന്റെ അച്ഛന്റെ ഇതൊന്നും കുറയത്തില്ലെന്ന് പറയാണ്. ഇതൊന്നും കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. കേട്ടില്ലേ നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ട് പോലും അച്ഛന് വല്ല ഇതുണ്ടോന്ന് നോക്കി. ഇവിടെ എങ്ങും അല്ല അച്ഛന്റെ ശ്രദ്ധ. അച്ഛൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, ഞാൻ ശരിയുള്ള അച്ഛനോട് ഈ പറയുന്നൊന്നും കേട്ടില്ലെന്ന് ചോദിക്കുക. എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുക. ഓഹോ, അച്ഛൻ ഈ ഗുളിക അങ്ങോട്ട് കഴിക്കാൻ പറയണം. ആ ഗുളിക കയ്യിലേക്ക് കൊടുത്തു. ആ ഗുളിക വായിലേക്ക് ഇട്ടു. വെള്ളം ശ്രീദേവി ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗുളിക അങ്ങോട്ട് വിഴുങ്ങി. എന്താച്ചാ വെള്ളം ഒന്നും വേണ്ടേ ഗുളിക കഴിക്കാനെന്ന് ചോദിക്കുക. വെള്ളം ഒന്നും വേണ്ട മോളെ, അതൊക്കെ തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന് പറയാണ്. പിന്നീട് ഉദയഭാനോട്, അതെ ഇന്ന് ഞാൻ പോയപ്പോഴേ ആ പെട്ടിക്കട ചായ കുടിക്കാൻ പോയപ്പോ ഞാൻ ആ ബാലിന്റെ രണ്ടാമത്തെ മോനും അവരുടെ അളിയനെയും കണ്ടെന്ന് പറയണ ബാലിന്റെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീകല. എന്നിട്ടെന്താ എന്നെ കണ്ടു, ഞാൻ സംസാരിച്ചെന്ന് പറയാ. എന്റെ ദൈവമേ, നശിപ്പിച്ചല്ലോ ഇങ്ങേര് ഈ കോലത്തിൽ പോയി വിഗ് പോലും വെക്കാതെ പോയി എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മോളെ, ഇങ്ങനെ നമ്മളെ ചതിക്കും എന്നുള്ള കാര്യം. ഇപ്പൊ കണ്ടില്ലേ, ഇങ്ങോട്ട് മാന്യമായിട്ട് വേഷം ധരിച്ച് പുറത്തു പോകാൻ പറഞ്ഞ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങില്ലെന്ന് പറഞ്ഞ, എന്നിട്ട് ഇനി എന്ത് ഞാൻ ചെയ്യുമോ എന്തോ എന്നും പറഞ്ഞോണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ട് അലറക്കരയാ അവിടെ കിടന്ന്. അപ്പോഴേക്കും ശ്രീവിദ്യ ഓടി വന്നു. എന്താ കാര്യം ചോദിക്കുക. എല്ലാം നശിപ്പിച്ചു മോളെ, കല്യാണം കൊണ്ടേ കുളമാക്കിയിട്ട് വന്നു എന്നും പറഞ്ഞോണ്ട് നെഞ്ചി തടി നിലവിളിക്കുക. പെട്ടെന്ന് ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, നിർത്തുന്നുണ്ട് അമ്മയുടെ ഈ ഷോ എന്ന് പറയാ. ഷോ എന്ന് പറഞ്ഞ പ്രഹസനം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ നീ പറയില്ല. നീ എന്ത് സാധനമാ പറഞ്ഞേ? അമ്മയെ പ്രഹസനം. എന്തേലും ആയിക്കോട്ടെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛൻ കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ടു, ഇത്രയും വെറുതെ ആയിപ്പോയി ജോലി ചെയ്ത് കല്യാണം മുടങ്ങിപ്പോയില്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ എന്നെ നിർത്തിക്കാൻ നോക്കണ്ട, എനിക്ക് മനസ്സിലായല്ല. നിങ്ങൾ ഒറ്റ ഒരുത്തനെ കാരണം. എന്റെ മോളെ, നിന്റെ തള്ളയോട് പറന്നു മിണ്ടായിരിക്കാൻ പറ, എനിക്ക് പറയാൻ എന്റെ അവസരം തരാൻ പറ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അച്ഛനത് പറയാൻ അവസരം കൊടുക്കുക. പറയാൻ അവസരമല്ല ഞാൻ കൊടുക്കുന്നത്, എല്ലാം കൊണ്ട് കുളമാക്കിയിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു അപ്പോഴേ പോകണ്ടെന്ന്, എന്നിട്ട് പറയുന്ന അനുസരിച്ചോന്ന് ചോദിക്കുക. ഈ സമയം ശ്രീദേവി എന്നിട്ട് ശ്രീകലയുടെ വായൊന്ന് പൊത്തുവാണ്. ഇനി അച്ഛൻ പറഞ്ഞോളാൻ പറയാണ്. പെട്ടെന്ന് ശ്രീകല എന്റെ വായെന്ന് കൈ എടുക്കണേന്ന് പറഞ്ഞിട്ട് ആ കൈയും കൂടെ തട്ടി മാറ്റുവാണ്. അപ്പൊ നിങ്ങളുടെ അച്ഛൻ ചെയ്തതെന്ന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കണം. അമ്മേ, അച്ഛൻ എന്താ ചെയ്തേ, എന്താ പറഞ്ഞേന്ന് അമ്മ ഒരു സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുവോ? അമ്മ ഇങ്ങനെ ഇവിടെ ചലച്ചാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് ചോദിക്കുക. അവസാനം ശ്രീകലം മിണ്ടായിരിക്കുക. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതെ ഞാൻ അവരെ കണ്ടു എന്നത് ശരിയാ, എന്നെ കണ്ടു സംസാരിച്ചു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെന്ന് ചോദിക്കാം. അവർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് പറയാണ്. മനസ്സിലായില്ലേ? പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആകാശും ധർമ്മനും ചോദിച്ച കാര്യങ്ങളൊക്കെ ഉദയഭാനുവിനെ കുറിച്ച് അന്വേഷിച്ചല്ല, ഞാനെല്ലാം പൊടിപ്പും തേങ്ങലും വെച്ചങ്ങ് തട്ടിവിട്ടു. അപ്പം നമ്മളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നായിരുന്നു. എങ്ങനെയുണ്ട്, ഞാൻ അവിടെ കൃത്യസമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഭാഗ്യമായി പോയില്ലെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ആ പെട്ടിക്കടക്കാരനൊന്നും ചോദിച്ചായിരുന്നെങ്കിൽ തീർന്നു പോനാ, ഈ കല്യാണം മുടങ്ങിപ്പോയാനോ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കോ. ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്നിട്ടോ നീ ഇത്ര സമയം ഇവിടെ കിടന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കിയത്? അത് പിന്നെ ഞാൻ എന്റെ ഉദയേട്ടനെ ഒന്ന് സംശയിച്ച് പോയില്ലെന്ന് നിൽക്കാം. പിന്നെ സംശയിച്ചു പോയി, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. ആ സമയത്ത് ബാലന്റെ ഗോമതി അവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാരും കൂടെ വന്നു. ബാലൻ പറഞ്ഞു, ഇപ്പൊ എല്ലാവരുടെ സംശയം മാറിയില്ലോ. ഉദയഭാനു സാർ എന്തോ വലിയ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നൊക്കെയാണല്ലോ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഇത് കേട്ടപ്പോ ഗോമതി, അല്ല പിന്നെ അത് ആരിനെന്തോ കണ്ടെന്നും പറഞ്ഞോണ്ട് എന്തോ കേട്ടെന്നും പറഞ്ഞോണ്ട് എവിടുന്നോ കേട്ടതിന്റെ പേരിലെ പ്രശ്നങ്ങളുണ്ടായത്. ഈ സമയം ആനന്ദ് പറഞ്ഞു, അത് ശരിയാച്ച, പക്ഷെ ഇതെങ്ങനെ ഉദയഭാനു സാറിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സമയം ധർമ്മം പറഞ്ഞു, നീ ഒന്ന് നിക്കടേ, പൊടിക്കൊന്ന് അടങ്ങ്. ഉദയഭാനു സാറിന്റെ വീട്ടിലെ വിഷയമല്ല ഇപ്പൊ ഇവിടുത്തെ സംശയം തീർക്കുക, അതായിരുന്നല്ലോ പ്രധാന പ്രശ്നം എന്നറിയാം. ബാലൻ പറഞ്ഞു, എല്ലാരും എന്തൊക്കെയാ പറഞ്ഞേ, അവൻ അങ്ങനെ എന്തേലും പറഞ്ഞു നോർത്തോണ്ട് അവന്റെ വാക്ക് വിശ്വസിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവനെ അസൂയ, ഒരു നല്ല ജീവിതം കിട്ടുന്ന അവന് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ കൊണ്ടുവന്നേക്കുന്ന ആലോചനയല്ലേ, ആ ആലോചന എങ്ങനെയും മുടക്കാനായിട്ട് അവൻ നോക്കിയത്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇങ്ങനൊന്നും പറയരുത്, നിങ്ങളുടെ മോനല്ലേ അവനൊരു കാരണവശാലും ഈ കുടുംബത്തിൽ ചീത്ത വരാൻ ആഗ്രഹിക്കോ, അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയണം. ഇതേടെ ബാലൻ പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സമയം മീനാക്ഷി പറഞ്ഞു,
ആരും പറഞ്ഞ് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നേ. അതുകൊണ്ടല്ലേ നമുക്ക് കൂടുതലായിട്ട് ഉദയഭാനു സാറിന്റെ കുടുംബത്തെക്കുറിച്ച് അറിയാണ്ട് സാധിച്ചേ. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം വന്നില്ലേ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പം. ആരും പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നു ചോദിക്കുവാണ്. ഇതേടം ഗോമതി പറഞ്ഞു, ശരിയാ മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമെന്ന് അറിയാം. ബാലൻ പറഞ്ഞു, എന്നാലും ഗോമതി പോട്ടെ ബാലേട്ടാ, അവൻ എന്തേലും സംശയം ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഉദയഭാനു സാർ അറിയത്തില്ലേ നമ്മൾ അന്വേഷിക്കാൻ ചെന്നായിരുന്നൊക്കെ. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്കിനി വിഷമാവത്തില്ലേന്ന് നിൽക്കാം. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ശരിയാച്ചാ, ആനന്ദ് പറഞ്ഞ ഭാഗം നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണം. ഗോമതി പറഞ്ഞു, ബാലേട്ടാ ആരിനെ വിളിക്കണ്ടേ, ആരിനെ ഈ കുടുംബത്തിലേക്ക് വരണ്ടേ നിൽക്കാം. വിളിക്കണേ നിങ്ങൾ പോയി വിളിച്ചോ, അല്ല ഞങ്ങൾ വിളിച്ച അവൻ വരുമോന്ന് അറിയത്തില്ല. ബാലേട്ടനും കൂടെ വന്ന്, അതെ അതിനെന്താണല്ലോ എന്നെ പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ പോയി വിളിക്കുകയോ കൊണ്ടുവരുമോ എന്ത് വേണം ചെയ്തു, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അതെ അവനെ വിളിക്കാതിരിക്കരുത്, കല്യാണമല്ലേ, കല്യാണം നല്ല രീതിയിൽ തന്നെ നല്ല ഗംഭീരമായിട്ട് നടത്തേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവൻ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയം ആര്യം വീട്ടിലേക്ക് ചെല്ലുക. അപ്പം ഇത്രയും അങ്ങോട്ട് ചെന്നു. ആര്യം ബാഗ് തുറന്നിട്ട് ഡെലിവറി ബാഗ് തുറന്ന് അതിൻ്റെ അകത്തും കുറെ ടെസ്റ്റുകളും പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് മിത്രടയിലേക്ക് കൊടുക്കുക. അല്ല ഇതെന്താ, ഇത് കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പിലത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാ. ഇതേ ഞാൻ ആ രാജൻ മാത്യു സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, സാറ് തന്നു വിട്ടാന്ന് പറയണം. സാധാരണഗതിയില് ഭർത്താക്കന്മാർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തേലും സീറ്റ്സ് ഒക്കെ ആയിരുന്നു കാണണ്ടേ. ഇതിപ്പോഴത്തെ പുസ്തകങ്ങളൊക്കെ, അതെ ഇപ്പോഴീ പുസ്തകങ്ങളൊക്കെ പഠിക്കുവാണെങ്കിലേ സീറ്റ്സ് ഒക്കെ പുറകെ താനെ വന്നോളൂ എന്ന് പറയണം. ഓ അങ്ങനെയാണോ, എന്നാ ഞാൻ പഠിച്ചോളാന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റെ ഫോണിലേക്ക് കോള് വരുക. ആനന്ദാണ് വിളിച്ചത്. ആ പറയാ ആനന്ദേട്ടാ, അതെ ഉദയഭാനു സാറിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായം തന്നെയാ പറഞ്ഞെന്ന് പറയാം. ആണോ, അതെ അതേപ്പം എന്നെ തെറ്റിപ്പോയതായിരിക്കും. ശരിയാ, ചിലപ്പോ എന്റെ കുഴപ്പമായിരിക്കും എന്ന് പറയാണ്. ആനന്ദേട്ടൻ ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷം. എന്നാലും ഉദയഭാനു സാർ അറിയത്തില്ലേ നമ്മളിങ്ങനെ പോയി അന്വേഷിച്ച് നോക്കി, അതോർത്ത് കഴിഞ്ഞപ്പോൾ ടെൻഷൻ ഉള്ളെന്ന് പറയുന്നത്. അതൊന്നും ഓർത്തിട്ട് ആനന്ദേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അല്ല ആര്യ നീ എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. ഒന്നുമില്ല ആനന്ദേട്ടാ, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. അതൊന്നും ഓർത്തിട്ട് ആനന്ദേട്ടൻ ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട, പോയി അന്വേഷിച്ചപ്പോ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ അറിയാൻ കഴിഞ്ഞേ. അതേന്ന് പറയണം. അതിന് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത്. ഈ സമയം ഇത്ര ചോദിച്ചു, അല്ല എന്താ ആനന്ദേട്ടൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അവരന്വേഷിക്കാൻ പോയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേന്ന്. അല്ല ആര്യ ആരും പിന്നെ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ആരിനൊന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ആകാശം മീനാക്ഷി സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ മീനാക്ഷി ആകാശിനോട് പറഞ്ഞു, എന്നാലും ഞാൻ ആലോചിക്കുന്നേ ആരിന് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേന്ന്. എന്റെ മീനു അവൻ വെറുതെ എന്തേലും പൊട്ടത്തരം വെറുതെ വിളിച്ചു പറഞ്ഞായിരിക്കും. അങ്ങനെ ഒരിക്കലും പറയുന്നവനല്ല ആര്യന്. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. അതിപ്പോ എന്ത് കാരണം, ഞാൻ പോയി അന്വേഷിച്ചല്ലോ, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. കാരണം ഉദയഭാനു സാറിന്റെ അത്രയും വലിയൊരു കുടുംബത്തെ പോലെ അവരുമായിട്ട് ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആനന്ദന്റെ ഭാഗ്യം തന്നെയായിട്ടാ അവര് തന്നെ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്, എന്നാലും എവിടെയും എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആരിന് എന്തായിരിക്കും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്നു, നീ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് മിത്ര കോളേജിൽ നിന്ന് വരുവാണ്. അപ്പം മിത്രയുടെ കൂട്ടുകാര്യങ്ങൾ സൗമ്യയും കൂടെ ഉണ്ട്. അപ്പൊ സംസാരിച്ച് വരുന്ന വഴിക്ക് സൗമ്യ പറഞ്ഞു, അതെ ഈയിടെയായിട്ട് എന്നെ കാണാൻ പോലും ഇല്ല കോളേജിലേക്ക്, അവനെന്താ കോളേജിലേക്ക് വരാത്തെന്ന് ചോദിക്കുക. എങ്ങനെ വരാനാ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ, അതിനിടയ്ക്ക് എവിടെയാ സമയം എന്ന് ചോദിക്കുക. അതെ അവൻ നന്നായിട്ട് പഠിക്കണമെന്നല്ലായിരുന്നോ, അതൊക്കെ ശരി തന്നെയാ, ഞാൻ പറഞ്ഞു മടുത്ത് ആരിനോട് വരാനായിട്ട്, ഇനി ആരിന് തന്നെ ബുദ്ധി തോന്നി വരണമെന്ന് പറയാണ്. കഷ്ടപ്പാട് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മാത്രം അതിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാണ്. നീ കുടുംബിനിയായി കഴിഞ്ഞപ്പോഴത്തേന് ആളാകെ ഇങ്ങോട്ട് മാറിയില്ലെന്ന് പറയാം. അതെ നമ്മുടെ ഒരു സാഹചര്യങ്ങളല്ലേ നമ്മൾ മാറ്റിയെടുക്കുന്ന പറയാം. അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് സ്വാമി പറഞ്ഞു, എന്താണല്ലോ ആര്യനെ കോളേജിലേക്ക് കൊണ്ടുവരണം, നീ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയാം. ഞാൻ കുറെ പറഞ്ഞെന്ന് പറയാം, പക്ഷെ വരാൻ കൂട്ടാക്കാത്ത ആളുടെ കുഴപ്പമെന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ആരുടെ സ്കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ആര്യം വന്നിട്ട് ചോദിച്ചാ, സൗമ്യ കുറെ നാളായാലും കണ്ടിട്ടാ, അതാ എനിക്ക് ആര്യനോടും പറയാനുള്ളേ, ആര്യൻ എന്താ കോളേജിലേക്ക് പോലും വരാത്തെ. അത് പിന്നെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഈ സമയം മിത്രൻ ഇപ്പം ഇതിനെ കുറിച്ച് പറഞ്ഞോളൂ ഞങ്ങള് രണ്ടുപേരും കൂടെ, ഇനി ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടേന്ന് ചോദിക്കും. വേണ്ട ഞാൻ നടന്നു പോയിക്കോളാന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല, സൗമ്യ കൂട്ടുണ്ടല്ലോ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. ഈ സമയത്ത് സൗമ്യ ആര്യ നീ നിന്റെ പഠിത്തം ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയണം. ഇല്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ സമയത്താണ് മിഥുനും ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരുന്നേ. എടാ അതെങ്ങ് നോക്കടാ, അവൻ നിൽക്കുന്നുണ്ടോ, അതെ ആ പെണ്ണിനോട് ഏതോ ഡെലിവറി ബോയ് സംസാരിച്ചോണ്ടിരിക്കണോ. എടാ ഡെലിവറി ബോയ് അല്ല, അത് അവളുടെ ഇപ്പോഴത്തെ ഭർത്താവാ, ആരിനാന്ന് പറയണം. ഓ അവനാണോ അത്, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. അല്ല ഇപ്പൊ എന്താ അളിയാ ചെയ്യാൻ പോന്നെ, ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് ഒക്കെ തലക്കിലേക്ക് മുഖം മൂടിയും കൂടെ വെക്കുവാണ്. വെച്ചിട്ട്
അങ്ങനെ തന്റെ ബുള്ളറ്റും കൊണ്ട് അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.